എല്ലിന്റെ ഡോക്ടർ എല്ല് പറിക്കാറില്ല, കണ്ണിന്റെ ഡോക്ടർ കണ്ണ് പറിക്കാറില്ല, പിന്നെ പല്ലിന്റെ ഡോക്ടർ എന്തിനാ പല്ല് പറിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ എടുത്തു കളയണം, പിന്നെ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഈ പല്ല് പറിച്ചു കളയാനുള്ളതല്ല. പലപ്പോഴും പല്ലിന്റെ പ്രശ്നം വരുമ്പോൾ, മോണയുടെ പ്രശ്നം വരുമ്പോൾ, മോണയുടെ രോഗം വരുമ്പോഴൊക്കെ പല്ല് പറിക്കാനാണ് പലപ്പോഴും പറയാറുള്ളത്. അത് ഒരു ചികിത്സാ രീതി തന്നെയാണ്. കാരണം പല്ലൊക്കെ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോണയ്ക്കും അസുഖമില്ല, പല്ലിനും അസുഖമില്ല. പക്ഷേ നമ്മുടെ പല്ലിനെ എത്രത്തോളം നിലനിർത്താവോ, നാച്ചുറൽ ആയിട്ടുള്ള പല്ലിനെ എത്രത്തോളം നിലനിർത്താവോ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിള്ളേർ പറയും ഇപ്പോഴും നമ്മുടെ പല്ലെടുത്തിട്ട് നമുക്ക് സെറ്റ് വെക്കാന്നൊക്കെ പറയും. അപ്പോൾ പലപ്പോഴും പല്ല് പറിച്ചു കളയുന്ന ചികിത്സയോടാണ് പേഷ്യൻസിനും ഇഷ്ടം. കാരണം പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തീർന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക്കിന്റെ പല്ലോ അല്ലെങ്കിൽ അവിടെ വെപ്പ് പല്ലൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് പിന്നീട് മനസ്സിലാക്കാൻ തുടങ്ങും. ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പല്ലൊന്നും പറിക്കാതെ തന്നെ ഞാനിത് ശരിയാക്കി തരാം. അപ്പൊ അങ്ങനെ പല്ല് പറിച്ചു കളയാതെ ചികിത്സിക്കുന്നതാണ് ശരിയായുള്ള ചികിത്സ. പല്ല് പറിക്കാനുള്ളതല്ല, ചിരിക്കാനും ചവയ്ക്കാനും ഉള്ളതാണ്. അതുകൊണ്ട് പല്ലിനെ രക്ഷിക്കാൻ ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.